ഹലോ ഫ്രണ്ട്സ്, മാത്സ് ബേസിക് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണണേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് പഠിച്ചത്? സിംഗിൾ ഡിജിറ്റ് വെച്ചിട്ടുള്ള ഡിവിഷൻ, സിംഗിൾ ഡിജിറ്റ് കൊണ്ട് എങ്ങനെ ഡിവിഷൻ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളതാണ് പഠിച്ചത്. ഇനി അത് നമ്മൾ കൂടുതൽ ബാക്കി എല്ലാത്തിനെയും പഠിക്കണം അല്ലേ. സിംഗിൾ ഡിജിറ്റ് മാത്രമല്ലല്ലോ നമുക്ക് ഡിവിഷൻ ചെയ്യാനുണ്ടാവുക, 2 ഡിജിറ്റിൻ്റെത് ഉണ്ടാവും. വലിയ വലിയ സംഖ്യകളാണെങ്കിലും നമുക്ക് കുറച്ച് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ്, കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാവും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 8, 6, 4, 2 ഡിവൈഡഡ് ബൈ 16. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ. ഇതിലെന്താ പ്രത്യേകത? മുകളിലുള്ളതും താഴെയുള്ളതും എന്താണ്? ഈവൺ നമ്പറാണ് അല്ലേ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ക്യാൻസലേഷൻ ചെയ്യാമെന്നാണ് പറയുക. മുകളിലുള്ളതിനെ നമ്മൾ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാതെ മുകളിലും താഴെയും ക്യാൻസൽ ചെയ്തണം. കോമൺ ആയിട്ടുള്ളതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇത് ഈ സംഖ്യയിൽ 2 ഈവൺ ആയതുകൊണ്ട് എന്താണ്, നമുക്ക് 2 കൊണ്ട് 2 ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൈൻഡർ ഇല്ലാതെ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. മുകളിലുള്ള അതായത് ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഡിനോമിനേറ്ററിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം അങ്ങനെയുള്ള സംഖ്യയാണ് കണ്ടുപിടിക്കുക. ഈവൺ നമ്പേഴ്സ് ആണെങ്കിൽ ആദ്യം നമ്മൾ 2 വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടിലും കോമൺ ആയി വരുന്ന ഏറ്റവും വലിയ സംഖ്യ നോക്കി തന്നെ ഡയറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാം. അതായത് ഈവൺ നമ്പർ ആണെങ്കിൽ ആദ്യം 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? താഴെയുള്ള സംഖ്യനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, മുകളിലുള്ള സംഖ്യനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോഴേ ഉള്ളൂ എന്താണ് ഇതിൻ്റെ ടോട്ടൽ ആൻസർ മാറാതിരിക്കും. നമ്മൾ ഒരു ഭാഗത്ത് മാത്രം 2 കൊണ്ടോ ഒരു ഭാഗത്ത് 3 കൊണ്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം മുകളിൽ മാത്രം ഡിവൈഡ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അത് മുകളിലും ചെയ്യണം താഴെയും ചെയ്യണം. ഓക്കെ, അപ്പം ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ വരിക? 8642. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടപോലെ 2 8ൽ എത്ര തവണ പോവും? 4 ടൈംസ് ഇല്ലേ. 4 2s are 8. 6ലാണെങ്കിലോ 3 ടൈംസ് പോവും. 4ൽ 2 ടൈംസ്, 2ൽ 1 ടൈം അല്ലേ. ഓക്കെ, അപ്പം ഇതിന് പകരം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇത് കിട്ടി. ഇതിനെയാണോ 16 ആണെങ്കിലോ 16ൽ എത്ര തവണ ഉണ്ട്? 2 8 ടൈംസ് അല്ലേ. അപ്പോൾ ഇതെന്തായി? 4 3 2 1 ബൈ 8 എന്നായി. അങ്ങനെ ആയാൽ നമുക്ക് എന്തായി? കഴിഞ്ഞ വീഡിയോയിലെ പോലെ ആയില്ലേ. സിംഗിൾ ഡിജിറ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാലോ. എങ്ങനെയാണ് ചെയ്യുക? എങ്ങനെയായിരുന്നു ചെയ്യുക? ഫസ്റ്റത്തെ ഡിജിറ്റിൽ പോവില്ല. പിന്നെ 43ൽ 8 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ് ഉണ്ട്. 8 5s are 40 ആണ്. ബാക്കി 3 റിമൈൻഡർ ഉണ്ട്. അപ്പോൾ ബാക്കി എന്ത് വരും? 32 എന്ന് വരും. 32ൽ 8 എത്ര ടൈംസ് ഉണ്ട്? 4 ടൈംസ് ഉണ്ട്. പിന്നെ 1ൽ പിന്നെ റിമൈൻഡർ ഇല്ല. പിന്നെ 1ൽ നോക്കുമ്പോൾ 8 പോവില്ല, അപ്പോൾ 0 വരും അല്ലേ. പിന്നെ എന്തുണ്ട്? റിമൈൻഡർ എന്തുണ്ട്? 1 ഉണ്ട്. 1 റിമൈൻഡർ ഉണ്ട്. അപ്പോൾ എന്താ വരിക? 540 ആൻസർ ഉണ്ട്. 1 റിമൈൻഡർ. ഓക്കെ, ഈ 1ന് പകരം വേണമെങ്കിൽ നമുക്ക് പോയിൻ്റ് വരുന്ന പോലെ ഡിജിറ്റ് വരുന്ന പോലെ ചെയ്യാം കേട്ടോ. അത് നമുക്ക് പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുള്ള വീഡിയോസിൽ നോക്കാം. അപ്പോൾ നമുക്ക് ഇത്ര വരെ എങ്ങനെയാണ് ചെയ്യാമെന്ന് ആദ്യം പഠിക്കാം. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇങ്ങനൊരു സംഖ്യ നോക്കാം. ഇത് എളുപ്പത്തിനുള്ള സംഖ്യകൾ ഞാൻ എടുക്കുന്ന കേട്ടോ. നമുക്ക് ഏത് സംഖ്യ ആണെങ്കിലും ചെയ്യാൻ പറ്റുമേ. ഇത് നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം? ആദ്യം എന്തുകൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം. ഇതിവിടെ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് 2 വെച്ച് നേരെ ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. 2ന് 6ൽ വരുമ്പോൾ 3 ടൈംസ്, 3ൽ 1 ടൈം, 1 2s are 2 കഴിഞ്ഞാൽ 1 റിമൈൻഡർ ഉണ്ട്. അപ്പോൾ 19, 1 കൂട്ടുമ്പോൾ 19ൽ 2 എത്ര ടൈംസ്? 9 ടൈംസ്. 9 2s are 18 ആണ്. ബാക്കി പിന്നെ റിമൈൻഡർ ഒന്നുണ്ട്. 16ൽ 8. അപ്പം ഇതിന് പകരം എന്ത് വന്നു? ഇത് വന്നു. ഇതിനെ ക്യാൻസൽ ചെയ്ത് 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് ഇങ്ങനെ ആക്കി കേട്ടോ. ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വന്നു? 6 വന്നു. ഓക്കെ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇതിനെ വീണ്ടും ഈവൺ നമ്പേഴ്സ് ആണല്ലോ, നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ചെയ്ത് നോക്കാം. 3ൽ ഇതിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, മുകളിലും താഴെയും. ഓക്കെ, 3ൽ എത്ര ടൈംസ്? 1 റിമൈൻഡർ 1 ഉണ്ട്. 11ൽ 2 എത്ര തവണ? 5 ടൈംസ്, 5 2s are 10. പിന്നെ റിമൈൻഡർ 1 ഉണ്ട്. 19ൽ 9 ടൈംസ്, അപ്പോൾ 18 ആണ്. ബാക്കി റിമൈൻഡർ 1 ഉണ്ട്. വീണ്ടും 18ൽ 9 ടൈംസ്. അപ്പോൾ എന്ത് വന്നു?
1599 വന്നു. പിന്നെ കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 3 എന്ന് വരും. 2 6 3 ടൈംസ്. ഇനി എന്ത് നോക്കാം? ഈ 2 നമ്പർ നോക്കൂ. നമുക്ക് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. 3നെ ഇനി വെച്ച് ഈ 3നെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട് അല്ലേ? വലിയ സംഖ്യ ചെയ്യുന്നതിനേക്കാളും. ഇത് ഇവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്താൽ പറ്റുമോ? ഞാൻ കൂടെ മാറ്റി എഴുതുന്നതെന്നുള്ളൂ. ഇതിനെങ്ങനെയാണ് ചെയ്യാം? 3 15 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ്. 9 3 ടൈംസ്. 9 3 ടൈംസ് 3. ഇത് നമ്മളെന്താ ശരിക്കും ചെയ്യുന്നത്? മുകളിലും താഴെയും 3 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താവും? ഇവിടെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 533 എന്ന് വരും. ഇവിടെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 1 ആവും. അപ്പോൾ ആൻസർ എന്ത് വരും? 533 ബൈ 1 എന്ന് വരും. ബൈ 1 ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പറഞ്ഞാൽ എന്താ തന്നെയാണ്? 533 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ 1 ഇടാത്തത് കേട്ടോ. ശരിക്കും നമ്മൾ കഴിഞ്ഞതിലൊക്കെ 1 ഡിജിറ്റ് വെച്ച് ചെയ്യുമ്പോൾ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? താഴെ അതേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ സംഖ്യേന് പകരം 1 നമ്മൾ ഇടുന്നില്ല എന്ന് മാത്രം. ഓക്കെ, 512 ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. എന്താണ്? ഈവൺ നമ്പറാണ്. ഇത് നമുക്ക് എന്തിന് യൂസ് ചെയ്യാൻ പറ്റും? ഒരു വലിയ ഫ്രാക്ഷൻസ് ഒക്കെ വെച്ചുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനെ സിംപ്ലസ്റ്റ് ഫോമിലാക്കാൻ പറയും. സിംപ്ലസ്റ്റ് ഫോമിലാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഈ മെത്തേഡിൽ ആണ് ചെയ്യാം. ഓക്കെ, 2 ഈവൺ നമ്പേഴ്സാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 2 കൊണ്ട് ചെയ്യും. ഓക്കെ, ഇനി വിശദീകരിച്ച് പറയണ്ടല്ലോ. 2ൽ 1 0 2 4. ഓക്കെ, ഇതാണെങ്കിലോ? അപ്പോൾ ഇത് പോയി മുകളിലും താഴെയും ചെയ്യണം കേട്ടോ. അപ്പോഴേ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ. 5ൽ 2 ടൈംസ്, ബാലൻസ് 1. 11ൽ 5 ടൈംസ്, ബാലൻസ് 1. 12 6 ടൈംസ്. ഓക്കെ, വീണ്ടും ചെയ്യാലോ 2 കൊണ്ട്. 5 1 2. ഇതെന്താവും? 1 2 8. വീണ്ടും ചെയ്യാലോ. 2 5 6. ഇതെന്താവും? 64. ഇവിടെ മാറ്റി എഴുതുന്നുണ്ട്. 256/64 ആയി. വീണ്ടും ചെയ്യാലോ 2 കൊണ്ട്. 1 2 16ൽ 8 3 2. വീണ്ടും ചെയ്യാലോ. പിന്നെ ഈവൺ നമ്പേഴ്സാണ്. 6 4 16. വീണ്ടും ചെയ്യാം. 32 8. പിന്നെയോ ഇനി ഇത് കാണുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാമല്ലോ. വീണ്ടും വേണമെങ്കിൽ നമുക്ക് 2 കൊണ്ട് തന്നെ ചെയ്യാം. പക്ഷേ എന്താ 32 8 എത്തിയാൽ പിന്നെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാം. 8നെ കൊണ്ട് തന്നെ കട്ട് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം? 8നെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പം ഇത് ബൈ 8. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ ഇവിടെ 8 പോയി 1 ആവും. 8നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആവും. ഇവിടെ 8 കൊണ്ട് ചെയ്യുമ്പോൾ 4 ആവും. എന്താ ആൻസർ? എന്ത് കിട്ടും നമുക്ക്? ആൻസർ ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓക്കെ, എളുപ്പമല്ലേ? ഇതിൻ്റെ ബാക്കി വീഡിയോസ് നമ്മൾ ഇതിന് അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.